കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കാവ്യ, എന്താ പറ്റിയേ? കണ്ടില്ലേ അമ്മ ഇത്? ഒന്നുമില്ല ചേച്ചി. ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്, പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലിരിക്കുന്ന പോലെ അല്ലല്ലോ ഹോസ്റ്റലിൽ നിൽക്കുന്നേ, അത് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അത്രേ ഉള്ളൂ. കാവ്യ, വസുവിനെ പോലെ ഒരു സ്ത്രീയെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. മമ്മി, അവൾ എത്ര നല്ലവളാണെന്നറിയോ? നിന്റെ അഭിച്ചെറിയച്ചനെങ്ങാട്ടി നല്ലവളാ. വീട്ടിലുള്ള എല്ലാവരുടെ കാര്യം അവള് നോക്കാറുണ്ട്. മമ്മിക്ക് അവരെ കുറിച്ച് നല്ല ഒപ്പീനിയൻ ആണെന്ന് തോന്നുന്നു. ഇന്ന് നിന്റെ അച്ഛൻ സ്വന്തമായിട്ട് ഇവന്റ് ചെയ്യുന്നതിന് കാരണക്കാരി വസുവാ. നീ എന്നെ എത്രമാത്രം ബഹുമാനിക്കുന്നോ അതിന്റെ 100 ഇരട്ടി നീ വസുവിനെ ബഹുമാനിക്കേണ്ടതാ. അവൾ എന്തു പറഞ്ഞാലും അനുസരിക്കണം, എതിർത്ത് സംസാരിക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? ഈ വീട്ടിൽ ഇവർക്ക് ഇത്ര ഇമേജ് ഉണ്ടോ? വന്നപ്പോ തന്നെ എന്റെ ലവ് മാറ്റർ ഇവര് കണ്ടുപിടിച്ചല്ലോ. നീ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. നീ തിരിച്ച് ഹോസ്റ്റലിൽ പോകുന്നതിനുള്ളില് വസുചെറിയമ്മയെ കുറിച്ച് നിനക്ക് നന്നായിട്ട് മനസ്സിലാകും. അനു, നമുക്ക് ആം റെസ്ലിംഗ് കളിച്ചാലോ? എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഉണ്ണി, നമുക്ക് കളിക്കാമോ? വേണ്ട കീർത്തി, എന്തായാലും ഞാൻ തന്നെ തോക്കും. ഒരു തവണ കളിച്ചു നോക്കിയല്ലേ ആര് ജയിക്കുമെന്നും ആര് തോക്കുമെന്നും മനസ്സിലാവത്തുള്ളൂ. പ്ലീസ് ഉണ്ണി. ഓക്കെ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കീർത്തി, ഞാനായിരിക്കും തോക്കുന്നെന്ന്. അങ്ങനെയൊന്നുമല്ല, നീ മനഃപൂർവ്വം തോറ്റു തന്നതാ. അതെ ഉണ്ണി, ഞാൻ ഒബ്സർവ് ചെയ്തിരുന്നു. കീർത്തി ജയിക്കാൻ വേണ്ടി നീ തോറ്റു കൊടുത്തല്ലേ? അല്ല അച്ഛാ, കീർത്തി നല്ല സ്ട്രോങ് ആ. അല്ല, ഫിസിക്കലായിട്ട് ആൺകുട്ടികളാണ് സ്ട്രോങ്, മെന്റലി ആണെങ്കിൽ പെൺകുട്ടികളും. അങ്ങനെയാണോ അമ്മേ? നമ്മൾ ഗേൾസ് എല്ലാം വീക്ക് ആണോ? ഞാൻ പറഞ്ഞതല്ലേ കീർത്തി. അമ്മ പറഞ്ഞാ മതി. നമ്മൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ? സ്ട്രോങ് ആണ്. അല്ല, വീക്കാ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഞാനാ സ്ട്രോങ്. അങ്ങനെയാണെങ്കിൽ അച്ഛനെ തോൽപ്പിച്ച് കാണിക്കാൻ പറ.
അമ്മേ, അമ്മ അച്ഛന്റെ കൂടെ ആം റെസ്ലിംഗ് കളിച്ച് അച്ഛനെ തോപ്പിക്കണം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അച്ഛനെ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല. എന്റെ അമ്മ ഉറപ്പായിട്ടും തോപ്പിക്കും. അച്ഛൻ ഉറപ്പായി അമ്മയെ തോപ്പിക്കും. വേണമെങ്കിൽ അച്ഛനോട് മത്സരിച്ച് നോക്കാൻ പറ. ഉണ്ണി, കളിക്കമ്മേ. എനിക്ക് ജോലിയുണ്ട്. എസ്കേപ്പ് ആവാൻ നോക്കണ്ട അച്ഛാ. സത്യമായിട്ടും എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട് മോളെ. അമ്മയോട് മത്സരിച്ചാൽ തോറ്റുപോകുമെന്ന് പേടിയാണോ അച്ഛാ? അച്ഛാ, ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അമ്മയോട് മത്സരിച്ച് അമ്മയെ തോൽപ്പിക്കാൻ നോക്ക്. എങ്കിലേ ഈ ഗേൾസിനൊക്കെ നമ്മൾ ആരാണെന്ന് മനസ്സിലാവൂ. വേണ്ട ഉണ്ണി, അച്ഛന് ഒരുപാട് ജോലിയുണ്ടെന്ന് പറയുമല്ലേ. എന്താ അമ്മേ, അമ്മയ്ക്ക് തോറ്റു പോകുന്ന പേടിയാ? അച്ഛനാണ് പേടി, അമ്മയ്ക്ക് പേടിയൊന്നുമില്ല അല്ലേ അമ്മേ? അതെ, എനിക്ക് പേടിയൊന്നുമില്ല. എന്റെ അച്ഛനും പേടിയൊന്നുമില്ല. വാ അച്ഛാ, അമ്മയെ തോൽപ്പിക്കാം. ഓക്കെ ഉണ്ണി, നമുക്ക് തോൽപ്പിക്കാം. അങ്ങനെ തന്നെ. അച്ഛൻ തോറ്റു കൊടുക്കരുത്. അമ്മയും തോറ്റു കൊടുക്കരുത് കേട്ടോ. പോ. അമ്മോണച്ചാ, അമ്മയെ തോൽപ്പിക്ക്. അമ്മ അമ്മ കമോൺ അമ്മ. ഇന്ന് എങ്ങനെയെങ്കിലും അമ്മയെ തോൽപ്പിച്ചേ പറ്റൂ. കമോൺ അച്ഛാ. നല്ലപോലെ ഭക്ഷണം പോലും കഴിക്കാറില്ല, എന്നിട്ടും ഇത്രയ്ക്ക് ശ്രമത്തോ? Be strong, Acha. Come on. പെൺകുട്ടികള് മെന്റലി മാത്രമാണോ സ്ട്രോങ്, ഫിസിക്കലായും സ്ട്രോങ് തന്നെയാ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അല്ല, ഇത് ഫൗളാണ്. അച്ഛാ, ഞാൻ കീർത്തിക്ക് തോറ്റു കൊടുത്തതുപോലെ അച്ഛനും മനഃപൂർവ്വം തോറ്റു കൊടുത്തതല്ലേ? ഹലോ, അങ്ങനെയൊന്നും അല്ല കേട്ടോ ഉണ്ണി സാറേ. കഷ്ടപ്പെട്ട് ഒരുപാട് വിയർത്തിട്ടാ ഞാൻ ജയിച്ച. ഒരിക്കലും അല്ല, താൻ ചീറ്റ് ചെയ്താ ജയിച്ച. ഞാനെന്ത് ചീറ്റിങ്ങാ ചെയ്തേ? പറയൂ. അത് പിന്നെ നീ ഞാന് പറയുന്നേ. ഇവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമോ? ഇപ്പൊ സമ്മതിക്കുന്നു അച്ഛാ, ഗേൾസും സ്ട്രോങ് ആണെന്നുള്ള കാര്യം. എനിക്ക് പക്ഷെ അമ്മയെ നല്ല സംശയമുണ്ട്. അമ്മ എന്തോ മാജിക് കാണിച്ചിട്ടുണ്ട്. അതെ ഉണ്ണി, നിന്റെ അമ്മ മാജിക് തന്നെ കാണിച്ച. ഏട്ടന്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഏട്ടനെ തോൽപ്പിച്ചത്. പിന്നെ ഏട്ടനറിയാതെ എന്ത് കൺകെട്ട് വിദ്യ. താൻ കണ്ണുകൊണ്ടാ ചെയ്തേ. ഞാനെന്ത് ചെയ്തു? ഞാൻ പറയണോ? പറഞ്ഞോ. ശരിക്കും ഞാനങ്ങ് പറയുവേ. ഏട്ടൻ സത്യമായിട്ടും പറയോ?
എനിക്ക് പിണക്കോ. ആന്റി എന്താടി? ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാതെ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? എനിക്ക് വെച്ചിക്കൊന്നില്ല. പ്രായമായി കൊണ്ടിരിക്കയല്ലേ, വിശപ്പ് കുറയുന്നത് സ്വാഭാവികം. എനിക്ക് പ്രായം ആര് പറഞ്ഞു? ഞാൻ ഇപ്പോഴും യങ് തന്നെ. ഇതിന് മാത്രം ഒരു കുറവുമില്ല. എനിക്കെന്തോ പനിയാന്ന് തോന്നുന്നു, അതുകൊണ്ടാ കഴിക്കാത്ത. എന്നാ അങ്ങനെ പറഞ്ഞാ പോരെ, ഹോസ്പിറ്റലിലേക്ക് പോവാലോ. ഇതാ പനിയല്ലടി, പിന്നെ പ്രണയപ്പനി. എന്താ? ലവ് ഫീവർ. അതെന്ത് പനിയാ? നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ളവര് നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോ മനസ്സിനൊരു വേവലാതി തോന്നില്ലേ? അപ്പൊ വിശപ്പും ഉണ്ടാവില്ല, ഉറക്കവും വരില്ല, ഒരു ജോലിയും ചെയ്യാനും തോന്നില്ല. പനി വന്നതുപോലെ ശരീരമൊക്കെ വല്ലാതിരിക്കില്ലേ? ആ പനി എനിക്ക് വന്നേ. ആന്റിയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആള് ഞാനല്ലേ, ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. നിന്റെ കാര്യം ഇവിടെ ആരാ പറഞ്ഞേ? എന്നോ? അത് നീ വേറെ, ഞാൻ പറഞ്ഞ ആള് വേറെ. അപ്പൊ ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെയും ഇഷ്ടമുണ്ട്? അതെ. അതാരാ? കാവ്യാണോ? അല്ല, നമ്മുടെ ട്യൂഷൻ സാർ. ആന്റി, നിങ്ങൾക്കിപ്പോ നാണം വരുന്നുണ്ടോ? എന്താ, ഞാനൊരു പെൺകുട്ടിയല്ലേ? മുത്തശ്ശിയുടെ പ്രായമായി, ഇനി ഏത് പെൺകുട്ടി? മൊറ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ കാവ്യക്ക് ചെറിയമ്മയല്ലേ, അതുപോലെ തന്നെ ഞാനും അമ്മൂമ്മയായി. എന്നും പറഞ്ഞ് എനിക്ക് പ്രായമായി എന്നൊന്നുമില്ല. നീ എന്തിനാണ് അപ്പൊ ചിരിക്കുന്നേ? ഒന്നുമില്ല അമ്മമ്മേ, ചുമ്മാ. വെറുതെ എന്തിനാ ചിരിക്കുന്നേ? പറ. അമ്മമ്മ സംസാരിക്കുന്നത് കേട്ടാ ആർക്കായാലും ചിരിയേ വരത്തുള്ളൂ. എന്നെ പോലുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും ചിരി വരും അമ്മമ്മേ. എടാ കുട്ടിച്ചാത്തോ, അതിനാണോ നീ ചിരിച്ചേ? സോറി അമ്മമ്മേ. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ആന്റി? ഒറ്റപ്പെട്ട ജീവിതത്തിന് ഒരു തുണ ആവശ്യമല്ലേ? അമ്പോ, എന്റെ ജീവിതത്തിലെ നല്ല സമയമൊക്കെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു എന്നൊക്കെ പാടണമെന്നുണ്ട്. ഈ പാട്ട് ആ സിനിമയിൽ പാടിയപ്പോ അവളുടെ പ്രാണനാഥൻ വന്നത്രേ. എനിക്ക് ഇനി ഒരു ഭർത്താവിന് കിട്ടില്ലേ? ട്യൂഷൻ മാഷ് എപ്പോ വരുമോ എന്തോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച ഉണ്ണി മാത്രമല്ല അനുവും കീർത്തിയും ചിരിക്കും ആന്റി. എന്തിനു ചിരിക്കണം? വയസ്സായവർക്ക് കല്യാണം കഴിച്ചുകൂടാന്നുണ്ടോ? എന്നാലും ആ ഉണ്ണി എന്തിന് എന്നെ നോക്കി ചിരിച്ചേ? നാളെ ഹോളി ആഘോഷല്ലേ? ഇന്ന് എന്നെ നോക്കി ചിരിച്ചവരൊക്കെ നാളെ കരയുന്ന രീതിക്ക് ഞാൻ പണി കൊടുക്കും. എല്ലാരും കളർ എറിഞ്ഞ് കളിക്കുമ്പോ ഞാൻ നാളെ അവനെ കരയിപ്പിക്കും. ആ ആന്റി, മുടി രണ്ടു വശത്ത് പിന്നി കെട്ടിയത്? എന്റെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയായിരുന്നു ഹോളി ആഘോഷിച്ചത്. അങ്ങനെയാണോ? ഹാപ്പി ഹോളി. ഒന്ന് നിന്നേ, എല്ലാവരും വന്നിട്ടുണ്ട്. അച്ഛൻ എവിടെ പോയി? ഉണ്ണി, നിന്റെ അച്ഛൻ ഇന്ന് ആഘോഷത്തിൽ പങ്കെടുക്കില്ല. അതെന്താ അച്ഛാ? അബയ്ക്ക് കളർപ്പൊടി അലർജി അവസു, അതുകൊണ്ടാവും വരാത്തത്.
അറ്റ്ലീസ്റ്റ് ഇതൊക്കെ വന്നൊന്ന് കണ്ടുകൊണ്ടിരിക്കാലോ. എല്ലാ വർഷവും ഞങ്ങൾ അത് തന്നെ എടുത്തി പറയുന്നേ. പക്ഷേ കളർ പൂശു എന്നുള്ളതുകൊണ്ട് ഏട്ടൻ വരില്ല. അല്ല, ഈ ഏട്ടൻ ഇപ്പൊ എവിടെയാ? രാവിലെ കാണാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജോഗിങ്ങിന് പോയിരിക്കുവാന്ന്. അബി ഈവനിങ് വരെ വീട്ടിലേക്ക് വരില്ല വസു. വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് സിറ്റി മുഴുവൻ നിന്ന് അടിച്ചു കറങ്ങി നടക്കും. ഹോളി ആഘോഷം വെച്ചിട്ട് ഇങ്ങനെ സിറ്റി മുഴുവൻ കറങ്ങി നടന്നാൽ എങ്ങനെയാ? ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയാം. അവനിപ്പോ വരില്ല. അവൻ ഇവിടെ ഇല്ലാന്നും പറഞ്ഞ എന്താ കുഴപ്പം? എല്ലാരും ഇവിടെ ഉള്ളപ്പോ ഏട്ടൻ മാത്രം ഇല്ലാതിരിക്കുന്ന എങ്ങനെയാ? അവള് പറയുന്നത് ശരിയല്ലേ ജയന്തി? അഭി ഇവിടെ ഉണ്ടായിരുന്നേ നന്നായേനെ. ഫോൺ ചെയ്ത് വരാൻ പറ. ശരി അച്ഛാ. അഭിയേട്ടൻ വന്ന ഉടനെ ഞാൻ കളർ തേച്ചു കൊടുക്കും ആന്റി. നീ അബിക്ക് കളർ തേക്ക്, ഞാൻ ഉണ്ണിയുടെ മുഖത്ത് മുളക് പൊടി തേച്ച് അവനെ കരയിപ്പിക്കും. കളർ തേക്കാതെ മുളക് പൊടി തേക്കുമെന്നോ? ഇന്നലെ അവൻ എന്നെ നോക്കി ചിരിച്ചില്ലേ, അതിനെനിക്ക് പ്രതികാരം ചെയ്യണം. സൂക്ഷിച്ചു വേണം ആന്റി. അഭിയേട്ടൻ മനസ്സിലാക്കിയാ പണി പാളു, മനസ്സിലായോ? നിങ്ങൾ അവിയെ കളറിൽ കുളിപ്പിക്കേ, അപ്പൊ ഞാൻ ഉണ്ണിയെ മുളക് പൊടിയിൽ കുളിപ്പിച്ച് പുറത്തെടുക്കും. വലിയേട്ടാ, അബേട്ടൻ വന്ന ഉടനെ നമുക്ക് കളർ തേക്കാം. വേണ്ടെങ്കിൽ കളർന്ന് കേട്ടാലേ പ്രശ്നം. അവന് കുഴപ്പമുണ്ടായല്ലോ. ഒരു കുഴപ്പമില്ല ഏട്ടാ. ഒരിക്കൽ പോലും അബേട്ടനെ കളർ കുളിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ശരി, ആദ്യം നീ തേക്ക്, എന്നിട്ട് ഞാൻ ചെയ്യാം. ശരി. എന്താ ഏട്ടൻ അനിയനും കൂടി എന്തോ പ്ലാൻ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. അബിയെ കളറിൽ കുളിപ്പിച്ചാലൊന്ന് ആലോചിക്കുക. ഏട്ടനൊരു കാര്യം അറിയോ, ഞാനും അത് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ആണോ? ഓരോ ഹോളിക്കും ഇങ്ങനെ മുങ്ങി നടക്കുക. ഇപ്രാവശ്യം എങ്ങനെ രക്ഷപ്പെടും നോക്കാം. അതേ അടുത്തി ഈ ഹോളിക്ക് എന്തായാലും അബേട്ടനെ കളർ അടുപ്പിച്ചിരിക്കും ഞങ്ങള്. അനു, കീർത്തി, അച്ഛൻ വന്ന ഉടനെ കളർ തേച്ചു കൊടുക്കാം. ഓക്കെ. വേണ്ട ചേച്ചി, അച്ഛന് പ്രോബ്ലം ഉള്ളതല്ലേ. പ്രോബ്ലം ആണെങ്കിൽ നീ തേക്കണ്ട. ഹലോ. ഹലോ, ഏട്ടൻ ഇത് എവിടെയാ? ഞാൻ പുറത്താണ്. ഹോളി ആഘോഷിക്കാതെ ഇങ്ങനെ പുറത്തു പോയാൽ എങ്ങനെയാ? വീട്ടിൽ വന്ന എല്ലാവരും എന്റെ ദേഹത്ത് കളറാക്കും. കളേഴ്സ് എനിക്ക് അലർജിയാ. ഏട്ടന്റെ പ്രോബ്ലത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അപ്പൊ ആരും അങ്ങനെ ചെയ്യില്ലല്ലോ. അവരെ പറ്റി എനിക്ക് അറിയാഞ്ഞിട്ടാ. എന്റെ മുഖത്ത് കളർ അടിക്കാനായി അവർ വർഷങ്ങളായിട്ട് നോക്കുക. ഞാനായിട്ട് ചാൻസ് കൊടുക്കില്ല. എല്ലാരും പറയുന്നത് ഏട്ടൻ ഇങ്ങ് വന്നേ പറ്റുള്ളൂന്നാ. ഏട്ടൻ ആദ്യം വീട്ടിലേക്കൊന്ന് വാ. ഞാൻ വരില്ല. എന്റെ മുഖത്ത് കളർ അടിക്കുന്നേ. ഏട്ടന്റെ ശരീരത്തിൽ ഒരു തുള്ളി കളർ പൊടി പോലും വീഴാതെ നോക്കേണ്ടത് എന്റെ ചുമതല. ഏട്ടൻ വീട്ടിലേക്ക് വാ. താൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്ന? ഏട്ടൻ അത് കാണാൻ പോവില്ലേ? പ്രോമിസ്? പ്രോമിസ്. ഏട്ടന്റെ ദേഹത്ത് ഒരു തരി കളർ പോലും പൂച്ചാതെ ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ വരുമല്ലോ? ശരി, ഞാനങ്ങ് വന്നേക്കാം. അച്ഛാ, ഏട്ടൻ വരാന്ന് പറഞ്ഞു. ഞങ്ങൾ എത്ര വിളിച്ചാലും അവൻ വരില്ല. നീ വിളിച്ച ഉടനെ അവൻ വരാന്നും പറഞ്ഞു. നീ എന്ത് മായാജാല ചെയ്തേ? ഞങ്ങളുടെ അവിയെ കൈക്കുള്ളിൽ ഒതുക്കി വെച്ചിരിക്കാൻ തോന്നല്ലോ. എന്താ സുമംഗലി ഇങ്ങനെ പറയുന്നേ? അറ്റ്ലീസ്റ്റ് ഈ വർഷമെങ്കിലും വസു കാരണം അഭി ഹോളി ആഘോഷത്തിന് പങ്കെടുക്കുന്നതിൽ സന്തോഷിക്കുക.